2019 ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിലും അന്വേഷണം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥി മൊഴി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. 2019 ചീഫ് പ്ലാൻ കോർഡിനേഷൻ തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. അനുരു അശോകൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അനുരു റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ PSCയുമായി ബന്ധപ്പെട്ട ഈ വാർത്തകൾ ഇപ്പോൾ കേരളത്തിൽ ആകപ്പാടെ തന്നെയും ചർച്ചയാണ്. നിരവധി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പ്രത്യേക പരീക്ഷയ്ക്കകത്ത് എങ്ങനെയാണ് ക്രമക്കേട് നടന്നതെന്നാണ് കാണുന്നത്? സനീഷ്, ഇതിപ്പോൾ 2019 ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികയിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത്. 2019 പരീക്ഷയാണ്. ഇപ്പോൾ 2025 ഇറങ്ങിയ പരീക്ഷയിലും ഇതേ തസ്തികയിലാണ്. കാരണം 2019 നടന്ന പരീക്ഷയിൽ ഇന്റർവ്യൂവിന് ഇടതുപക്ഷ സംഘടനാ നേതാവിന് 40-ൽ 36 മാർക്ക് നൽകി എന്നുള്ളതാണ് ആരോപണം. ഒരിക്കലും സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾക്കും അല്ലെങ്കിൽ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരമൊരു ഇന്റർവ്യൂവിന് മാർക്ക് നൽകിയത്. കൂടാതെ എഴുത്തു പരീക്ഷയിൽ മുന്നിലെത്തിയവർക്ക് നൽകിയത് 15-16 മാർക്ക് നൽകിയപ്പോഴാണ് പിന്നിലായ ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് നൽകുന്നതിന് വേണ്ടി 40-ൽ 36 മാർക്ക് അന്ന് ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികയിൽ നടന്നത്. 22 ആയപ്പോഴേക്കും അദ്ദേഹം വിരമിച്ചു. തുടർന്ന് ഈ ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോയ ശേഷം പറഞ്ഞത് PSC അന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന മാപ്പപേക്ഷ നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് മാർക്ക് നൽകരുതെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഈ 2022 ഷാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് വിരമിച്ചതിന് ശേഷമാണ് ഇത്തവണ 2023 ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നതും 2025 ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ ഒഴിവാക്കിയിട്ടാണ് ഈ PSC ഈ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഇപ്പോൾ 11 മണിയോടുകൂടി SP-യുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ക്രമക്കേടാണ് 2019 നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.